ഹലോ, നജാസ് വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒരു സ്ലീവ്ലെസ് അംബ്രല്ല ഫ്രോക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നെറ്റിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ സാറ്റിൻ്റെ മെറ്റീരിയലും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് യോക്ക് പോർഷനിലുള്ള മെറ്റീരിയൽ. ഇത് സ്കേർട്ട് പോർഷനിലുള്ള മെറ്റീരിയലാണ്. നെറ്റും അതുപോലെ തന്നെ സാറ്റിനുമാണ്. ഇതാണ് നമുക്ക് മെഷർമെൻറ്റിനായിട്ട് തന്നിട്ടുള്ള ഫ്രോക്ക്. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമുക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. മെയിനായിട്ട് നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത്, അതുപോലെ തന്നെ സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത്, ഫുൾ ലെങ്ത്ത്, ചെസ്റ്റിൻ്റെ അളവ്, ആം ഹോള്, ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കാനുള്ളത്. സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 29 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഫുൾ ലെങ്ത്ത് 44 ഇഞ്ച്. ഫസ്റ്റ് നമുക്ക് യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. യോക്കിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണ് ഇവിടെ നമുക്ക് മെഷർമെൻറ്റ് തന്നിട്ടുള്ളത്. യോക്കിൻ്റെ ചെസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ് ഇവിടം വരെയുള്ളത്. 18 ഇഞ്ച്. യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ യോക്ക് മാർക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 14 ഇഞ്ചാണ് യോക്ക് ലെങ്ത്ത് വേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തു. അതുകൂടാതെ 2 ഇഞ്ചും കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പിക്കിൽ കാണിച്ചിട്ടുള്ള പോലെ ആണ്, അതാണ് നമുക്ക് റെഫറൻസ് പിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം നെക്കിൻ്റെ ഭാഗത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ യോക്ക് പോർഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ റെഫറൻസ് പിക്കിൽ തന്ന പോലെ ചെയ്യുന്നത്. ബാക്കി സ്കേർട്ട് പോർഷനൊക്കെ നമ്മൾ അംബ്രല്ല കട്ടിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ 16 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും 2 ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ഈ നെക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് നമ്മൾ താഴേക്ക് ഒരു ഇലാസ്റ്റിക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ചുരുങ്ങിക്കിടക്കും. ഈ സെൻറ്റർ പോർഷനിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുമ്പോൾ ചുരുങ്ങിക്കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ ആം ഹോള് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നീട് നമ്മൾ ചെസ്റ്റാണ് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് 9 ഇഞ്ചാണ് നമ്മളുടെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യാണ്. പിന്നീട് ഇവിടെ നിന്ന് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ 1 ഇഞ്ചും ബാക്ക് പോർഷനിൽ 1.5 ഇഞ്ചുമാണ് നമ്മൾ ഈ ആം ഹോളിൻ്റെ കുഴി നമ്മൾ മാർക്ക് ചെയ്യുന്നത്, കർവ് മാർക്ക് ചെയ്യുന്നത്. ശേഷം നമ്മൾ അത് ഒരു കർവായിട്ട് വരച്ചു കൊടുക്കുക, ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് ആം ഹോള് ഒന്ന് കുഴിച്ച് വെട്ടുന്നതിനായിട്ട് ഇവിടുന്ന് താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു 4 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇനി ഷോൾഡർ ഒരു 1/2 ഇഞ്ച് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിന് നമ്മൾ ഈ ഒരു ഷേപ്പാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. 6 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തുമാണ് നെക്കിന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഷേപ്പ് വരച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഷേപ്പാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് 8.5 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഷേപ്പ് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, ഇതുപോലെ. ഇനി ഇവിടെ സീം അലവൻസ് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്കിതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ കട്ട് ചെയ്തത് ലൈനിങ് ആണ്. ഇതിന് മെയിൻ ഫാബ്രിക്കിൽ വെച്ചിട്ട് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് മെയിൻ ഫാബ്രിക്. ഈ ലൈനിങ് മുകളിൽ വെച്ച് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ലൈനിങ്ങിൻ്റെ അതേ സൈസിൽ ചതുരത്തിലാണ് ഞാൻ ഈ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുക. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രോക്കിൻ്റെ സ്കേർട്ട് പാർട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ക്രോസ് ചെയ്ത് വെക്കണം. മെറ്റീരിയൽ ഇതുപോലെ ക്രോസ് ചെയ്ത് വയ്ക്കുക.
ഇനി ആ കോർണറിൽ നിന്ന് 12 ഇഞ്ച് താഴേക്ക് നമ്മൾ കറക്റ്റ് ഇവിടുന്ന് ഇവിടം വരെ 12 ഇഞ്ചിന് കറക്റ്റാക്കി എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി കോർണറിൽ നിന്ന് താഴേക്കാണ് നമ്മൾ 41 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ 12 ഇഞ്ചും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് 41 ഇഞ്ചിലുമാണ് നമ്മൾ ഈ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കോർണറിൽ നിന്ന് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ സർക്കിള് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെയിം പാറ്റേണിൽ തന്നെ 2 ഇഞ്ച് കൂടുതലായിട്ട് ലെങ്ത്ത് കൂടുതലായിട്ട് നമുക്ക് നെറ്റ് ഫാബ്രിക്കും കൂടെ കട്ട് ചെയ്തെടുക്കണം. ക്രോസിൽ ആദ്യം നമ്മൾ കട്ട് ചെയ്തത് ലൈനിങ് ആയിരുന്നു, സാറ്റിൻ മെറ്റീരിയൽ. പിന്നീട് ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് നെറ്റിൻ്റെ പീസാണ്. ഇതാണ് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് വെക്കുന്നത്. അപ്പോൾ ലൈനിങ് പീസിനേക്കാളും 2 ഇഞ്ച് കൂടുതലായിട്ടായിരിക്കണം നമ്മൾ നെറ്റ് പീസ് കട്ട് ചെയ്യണത്. ഇതും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് ആണ്. സ്കേർട്ട് പോർഷനാണ് ആദ്യം തയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നെറ്റും അതിൻ്റെ ലൈനിങ് ആയിട്ടുള്ള സാറ്റിനും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നെറ്റും ഈ സാറ്റിനും കൂടെ നമുക്ക് ഇതിൻ്റെ ഒരു അര ഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റായിട്ട് തന്നെ മുകൾ ഭാഗത്ത് നെറ്റും അടിഭാഗത്ത് സാറ്റിനുമായിട്ട് നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നെറ്റും സാറ്റിനും കൂടെ അരഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനും ചെയ്തിട്ടുണ്ട്, ബാക്ക് പോർഷനും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് യോക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ ഉള്ളിലുള്ള സാറ്റിനും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ സാറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുക്കുക. അതിനുശേഷം ഈ നെറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് കേട്ടോ, അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് സാറ്റിൻ വെച്ച് കൊടുക്കാം. സാറ്റിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ ഉള്ളിലേക്ക് മറിച്ചിടാം. സോറി, ബാക്കി ഭാഗം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി കേട്ടോ. അതൊക്കെ ബ്ലറായിട്ട് വീഡിയോസ് ബ്ലറായിട്ടിട്ട് ആ നെക്ക് തയ്ച്ച് മറിച്ചിട്ടതിന് ശേഷം ആ നെക്കിൻ്റെ സെൻട്രൽ പോർഷനിൽ നിന്നും അടിഭാഗത്തേക്ക് ഞാനൊരു ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പക്ഷേ ഈ ബ്ലറായ കാരണം അത് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത സമയത്ത് ഒരു റെഫറൻസ് പിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. സെൻറ്റർ പോർഷനിൽ യോക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു ഇലാസ്റ്റിക് ഇട്ടിട്ട് ഇങ്ങനെ ചുരുക്കി കിടക്കുന്നത്. അതുപോലെയാണ് ഇത് സംഭവം. പക്ഷേ ഇത് കാണാൻ പറ്റുന്നില്ല. മിസ്റ്റേക്ക് പറ്റിയത് ഞാൻ വീഡിയോ എടുത്ത് കയ്യിൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ശ്രദ്ധിച്ചത് ഇത് ബ്ലറായത്. യോക്ക് ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ്ലെസ് ആണ്. സ്ലീവിൻ്റെ സൈഡിൽ ക്രോസ് പീസ് ഇട്ട് മടക്കി തയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നെക്ക് പോർഷൻ. ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ബ്ലറായിട്ട്. ഇനി ഈ ഫ്രണ്ടും ബാക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സ്കേർട്ട് പോർഷന് യോക്കിൻ്റെ അടിഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫ്രണ്ട്. ചെറിയ രീതിയിൽ കാണാൻ പറ്റുമെന്ന് തോന്നണു. പിന്നെ ഇതിൻ്റെ ബാക്കും ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഇൻവിസിബിൾ സിബും വെച്ചിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഇനി സ്കേർട്ട് പോർഷന് നമുക്ക് ഈ യോക്കിൻ്റെ കൂടെ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
അതേപോലെ തന്നെ ബാക്ക് പീസിലും നമുക്ക് ഈ ഒരു സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാണ് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.